ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, ക്യാബേജ് ക്യാരറ്റ് തോരൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ക്യാബേജും ക്യാരറ്റും വെച്ച് പല രീതിയിൽ തോരൻ ഉണ്ടാക്കാറുണ്ടാവും അല്ലേ? അപ്പോൾ ഇനി ഒരു തോരൻ ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാബേജും ക്യാരറ്റും ഇതുപോലെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ക്യാബേജിൻ്റെ പകുതിയും ഒരു ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചൂടായ ഒരു പാനിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ടേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലോട്ടേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഉഴുന്ന് പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഉഴുന്ന് പരിപ്പ് ഇവിടെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു സവാള ചെറുതായിട്ട് എരിഞ്ഞതും ഒരു 4-5 പച്ചമുളക് എരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാള ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇനി ഇതിലോട്ടേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കുമ്പോഴേക്കും മഞ്ഞൾപ്പൊടിയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. ഇനി ഇതിലോട്ടേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു 5-6 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റ് ശേഷം നമുക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി ക്യാരറ്റ് ഒരു ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും ഒപ്പം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതോടെ 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് ക്യാബേജും ക്യാരറ്റും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് തോരന് കൂടുതൽ തേങ്ങ ഇടുന്ന ഇഷ്ടമാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ അധികം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുക എന്നാൽ നല്ല രുചിയുള്ള ഒരു തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.